അപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് നമ്മൾ ആധാരമായി ചിന്തിക്കുന്നത്. ഞാൻ അങ്ങ് റെക്കോർഡ് ചെയ്യാതെ, കാര്യം നാളെ ആർക്കെങ്കിലും ഈ ഒരു സബ്ജക്റ്റേ പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഇല്ലേ മമ്മിക്ക് അയച്ചു കൊടുക്കാം, കുറച്ച് ഇരുന്ന് പഠിക്കട്ടെ. Kingdom of God unless they are born again. യോഹന്നാൻ 3:3 വായിച്ചു കേട്ടോ. Very truly I tell you, no one can see the kingdom of God unless they are born again. എങ്ങനെയാ നീ വായിച്ചതിന്റെ ആദ്യം ഒന്ന് വായിച്ചേ? Jesus replied, very truly I tell you, no one can see the kingdom of God unless they are born again. NIV ആന്ന് തോന്നല്ലേ? NIV uncle. And Bible. പക്ഷേ ഈ കുറച്ചുകൂടെ ക്ലിയർ എൻഗേജ് ചെയ്താണ്. ജീസസ് ആൻസർഡ് അൺടു ഹിം. അവിടെ എഴുതിയിരിക്കുന്നത് വെരിലി വെരിലി ഐ സേ അൺടു എന്നായിരിക്കുന്നത്. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഈ സത്യമായി സത്യമായി എന്നുള്ളൊരു പകരം 2 പ്രാവശ്യം. അത് ആ വിഷയത്തിന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു. ഐ സേ അൺടു ദി എക്സെപ്റ്റ് എ മാൻ ബി ബോൺ അഗൈൻ ഹി കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗാഡ്. അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. ഈ വാക്യത്തിലാണ്, ഇംഗ്ലീഷിലാണ് പറയുന്നത് ബോൺ അഗെയിൻ. മലയാളത്തിൽ പറയുന്നത് പുതുജനനം എന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന് പല പേരുകളാണുള്ളത്. ഒന്ന് പുതുജനനം, അതാണ് ഇതിന്റെ മലയാളത്തിൽ കിടക്കുന്ന 3ന്റെ മലയാളത്തിൽ. അതിന്റെ ഇംഗ്ലീഷിൽ കിടക്കുന്ന പേരാണ് ബോൺ അഗെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിന് വേറൊരു പേരുണ്ട്, പുനർജനനം എന്നാണ് ഇതിന്റെ പേര്. പുനർജനനം. പുനർജനനം എന്ന് പറയുമ്പോൾ റീബർത്ത് എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ റീജനറേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. പക്ഷെ മലയാളത്തിൽ പുനർജനനം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയം പുതുജനനം, അല്ലെങ്കിൽ വീണ്ടും ജനനം, അല്ലെങ്കിൽ പുനർജനനം. ഇനി ഒരു പേരൂടെ ഉണ്ട്, അത് ദൈവത്തിൽ നിന്നുള്ള ജനനം എന്നാണ് അതിന്റെ പേര്. ബോൺ ഓഫ് ഗാഡ്. നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി കുറച്ച് റെഫറൻസുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചേക്കണം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 23-ാം വാക്യം. 23-ാം വാക്യം. 1 പത്രോസ് 1:23. Okay. For you have been born again, not of perishable seed, but of imperishable, through the living and enduring word of God. അവിടെ ബോൺ അഗൈൻ എന്നുള്ള പരാമർശം ഉണ്ടല്ലോ. നമ്മൾ അതിനകത്ത് പിന്നീട് വരും, നേരത്തെ റെഫറൻസ് പറയുന്നേ ഉള്ളൂ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. യാക്കോബ് 1:18. He chose to give us birth through the word of truth, that we might be find the first fruits of all he created. Amen. അതിനകത്തുണ്ടല്ലോ. പിന്നെ തീത്തോസ്
3:6. Titus അല്ലേ? Yeah, Titus. Whom he poured out on us generously through. Oh, അതല്ലല്ലോ. അങ്കിൾ 5-ലാണോ അത്? അല്ല, തീത്തോസ് 3:6. Whom he poured out on us generously through Christ. അവിടെ Jesus അതാണ് Christ ഞാൻ our മോളോട് Savior. പറഞ്ഞത്. അതാണ് ഞാൻ മോളോട് പറഞ്ഞത്. അതിന്റെ 5-ാം വാക്യത്തിലാണ് അതിന്റെ 6-ാം വാക്യത്തിന് ഇംഗ്ലീഷ് വരുന്നത്. റീജനറേഷൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് പുനർജനന സ്നാനം എന്നാണ്. പുനർജനനം എന്നാണ്. മറ്റൊന്ന് നമ്മള് 1 John chapter 5 1 John verse 1. Okay. Everyone who believes that Jesus is the Christ is born of God, and everyone who loves the Father loves his child as well. Amen. അതിനകത്ത് ഒരു ചെറിയ ഇതുള്ളത്, ആ ഇംഗ്ലീഷ് വാക്യം വായിച്ചപ്പോൾ നിനക്ക് എന്താ മനസ്സിലായത്? Born of God. ആര്? Everyone who believes that Jesus is Christ is born of God. അപ്പം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഏറ്റവും നമ്മുടെ ക്ലാസ് തീരുന്ന ലാസ്റ്റ് സമയത്ത് എടുക്കുള്ളൂ. ഇത് ഈ 5-ാം അധ്യായം നമ്മൾ വീണ്ടും ജനനം നമ്മളിൽ നടന്നു എന്ന് വ്യക്തമാക്കുന്ന ചില അടയാളങ്ങളാണ്. ഈ അധ്യായത്തിൽ പറയുന്ന അടയാളങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ജനനം നമ്മൾ നടന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് സെക്ഷനിലേക്ക് ഞാൻ അത് മാറ്റിവെക്കുന്നൊരു വിഷയമാണ്. അപ്പൊ ഇത്രയും വാക്യങ്ങൾ തൽക്കാലം നോട്ട് ചെയ്താൽ മതി. പക്ഷെ വേറെ വാക്യങ്ങളുണ്ട്, അത് പിന്നീട് വരെ. ഇതാണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഇതാണ്. എങ്കിലും നമ്മുടെ ഈ പഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ സ്ട്രീമിൽ യൂസ് ചെയ്യുന്ന പാസേജ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 3 തന്നെയാണ്. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്, അല്ലെങ്കിൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ മെയിനായിട്ട് ഈ ബോൺ അഗെയിൻ എന്ന വിഷയം പരിശോധിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെ ഒരു 5 മെയിൻ ഹെഡിങ്ങിൽ കൊണ്ടുവന്നാണ് ഈ വിഷയത്തെ പഠിക്കാൻ പോകുന്നത്. അത് അപ്പൊ നിനക്ക് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 5 ഹെഡിങ് ഞാൻ കൊണ്ടിരുന്നത്. ഒന്ന്, 5ആയിട്ട് ഈ സബ്ജക്റ്റിനെ 5ആയി നമ്മൾ ഡിവൈഡ് ചെയ്താ പഠിക്കുന്നു. ഒന്ന്, ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത്? രണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കേണ്ടത്? അത് റീസൺ ആണ്. വീണ്ടും ജനിക്കേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ കാരണം എന്തുകൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടത്? 3, എന്താണ് വീണ്ടും ജനനം? നാല്, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? അഞ്ച്, വീണ്ടും ജനിക്കുന്നവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നമ്മൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ ക്ലാസ് പോകുന്നത്. ഈ 5 ഹെഡിങ്ങുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ 5 ഹെഡിങ് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ചിന്തകൾക്കുള്ള ആൻസർ കിട്ടും. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും. 1, ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത്? 2, എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കേണ്ടത്? 3, എന്താണ് വീണ്ടും ജനനം? 4, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? 5, വീണ്ടും ജനിക്കുന്നവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമുക്കിന്ന് ഒന്നാമത്തെ വിഷയം മാത്രം ഒന്ന് ചിന്തിക്കാം. ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത്? എല്ലാവരും. എല്ലാവരും. യേശുപ്പിച്ചിനെ അറിയാത്ത എല്ലാവരും. Whoever has not believed in Jesus Christ should be born again. ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വീണ്ടും ജനിക്കണം. എന്തുകൊണ്ടാണ് എല്ലാവരും വീണ്ടും ജനിക്കേണ്ടത്? എല്ലാവരും പാപികളായതുകൊണ്ട്. റോമാലേഖനം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല. IPC എന്നോ ചർച്ചക്കോടെന്നോ ഷാരോണെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എല്ലാവരും വീണ്ടും ജനിക്കണം. കാരണം എല്ലാവരും പാപികളാണ്, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ദൈവദേശം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എല്ലാവരും വീണ്ടും ജനിക്കണം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപികളായതുകൊണ്ട് ദൈവമുമ്പാകെ മനുഷ്യൻ നിൽക്കാൻ പറ്റുകയില്ല. ദൈവമുമ്പാകെ നിൽക്കണമെങ്കിൽ ദൈവം പറയുന്നത് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ പാപികളായ മനുഷ്യന് ഒരിക്കലും അവൻ ജനിക്കുന്നതന്നെ പാപത്തിലൂടെ അവൻ ജനിക്കുന്നത്. അപ്പോൾ ആ പാപികളായ മനുഷ്യൻ ഒരിക്കലും ദൈവമുമ്പാകെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ദൈവമുമ്പാകെ നിൽക്കാൻ കഴിയണമെങ്കിൽ അവൻ വീണ്ടും ജനനം എന്ന പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ അവന് ദൈവമുമ്പാകെ നിൽക്കാൻ കഴിയൂ. ഇവിടെ യോഹന്നാൻ 3:3 നിക്കോദിമോസിനോടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടീഷനും കൂടെയാണ് വീണ്ടും ജനനം. 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, 3-ാം വാക്യത്തിൽ പറയുന്നത് ദൈവരാജ്യം കാണണമെങ്കിൽ വീണ്ടും ജനിക്കണം. 5-ാം വാക്യത്തിൽ പറയുന്നത് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. അപ്പോൾ ദൈവരാജ്യം കാണുകയോ ദൈവരാജ്യത്തിൽ കടക്കുകയോ ചെയ്യണമെങ്കിൽ വീണ്ടും ജനിച്ചേ മതിയാകും. ഇപ്പോൾ ദൈവരാജ്യം ഉണ്ടോ? ഇവിടെ ഇല്ല, ഭൂമിയിലില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത് ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അയച്ചത്. ഉദാഹരണം, ലൂക്കോസ് 4:43
Kingdom of God. Example. Lucas 4:43. Okay. 43 is, but he said, I must proclaim the good news of the kingdom of God to the other town also, because that is why I was sent. എന്താ യേശു പറഞ്ഞത്? And like I have to preach the good news of the kingdom of God to the other town also, because that is why I was sent. Bishopsനെ വിട്ടത് to preach about the kingdom അപ്പോൾ of God. പിതാവ് എന്തിനാണ് യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത്? To preach about the kingdom of God. വിടുതൽ 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 എന്നുള്ള സബ്ജക്റ്റ് പറയാനല്ല വിട്ടത്. ഒറ്റ പ്രസംഗ വിഷയമാണ് പിതാവ് പുത്രന് കൊടുത്തു വിട്ടത്, ദ കിങ്ഡം ഓഫ് ഗാഡ്. യേശുവും യോഹന്നാൻ സ്നാപകന്റെയും പ്രസംഗ വിഷയം ഇതായിരുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമ്മുടെ ഇടയിൽ ഇത് കേൾക്കാൻ പോലും ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് കിങ്ഡം ഓഫ് ഗാഡ്. കർത്താവ് ഇത് പറയാനാണ് അവിടെ വന്നത്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ടോപ്പിക്കും ഇതാണ്. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ആ ടോപ്പിക്കിൽ നിന്ന് ജനത്തിന് ഇഷ്ടമുള്ള ടോപ്പിക്കിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിട്ടു. ഇനി ലൂക്കോസ് 8:1 നോക്കിയേ. After this, Jesus traveled about from one town and village to another, proclaiming the good news of the kingdom of God. അവിടെയും പറയുന്നു യേശു എന്താണ് ചെയ്തത്? ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. ഇനി അത് മാത്രമല്ല, കർത്താവ് ഒരു 12 പേരെ തിരഞ്ഞെടുത്തു. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്താണ് 12 പേരെ. അവരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം കൂടെ ഇരിക്കാനും, അങ്ങനെയാ പറഞ്ഞത്, കൂടെ ഇരിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും പ്രസംഗിപ്പാൻ അയക്കാനും രോഗികളെ സൗഖ്യമാക്കാനുമായിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രസംഗിക്കേണ്ട വിഷയം ഓൺലി വൺ ടോപ്പിക്, ദ കിങ്ഡം ഓഫ് ഗാഡ്. 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 1-ഉം 2-ഉം ഉണ്ട്. 9-ന്റെ 1-ഉം 2-ഉം വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. Okay. So when Jesus had called the 12 together, he gave them power and authority to drive out all demons and to cure diseases. He sent them out to proclaim the kingdom of God and to heal the sick. Amen. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം അവരെ വിട്ടത് to proclaim about the kingdom of God and to heal the sick. അപ്പൊ അതിനർത്ഥം എന്താ പറയുക? ദൈവരാജ്യം എവിടെ പ്രസംഗിക്കുന്നു അവിടെ രോഗസൗഖ്യം ഉണ്ടാവും. Amen. ദൈവരാജ്യം പ്രസന്റ് ആയാൽ അവിടെ രോഗസൗഖ്യം ഉണ്ടാവും എന്നുള്ളതാണ് കർത്താവോട് പറഞ്ഞതിന്റെ അർത്ഥം. കർത്താവിന്റെ ശുശ്രൂഷയുടെ അതേ പാറ്റേണാണ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തത്. അപ്പം കർത്താവ് ഇവിടെ വന്നതും കർത്താവ് ഇവിടെ ശുശ്രൂഷിക്കുന്നതും എല്ലാം ദൈവരാജ്യത്തെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടാണ്. ആ ദൈവരാജ്യത്തിന്റെ അകത്ത് പ്രവേശിക്കാനുള്ള മാനദണ്ഡമാണ് വീണ്ടും. ഇനി അത് മാത്രമല്ല, നമുക്ക് ആ ദൈവരാജ്യത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ. ഈ 12 ശിഷ്യന്മാരെ അല്ലാതെ 70 ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. ലൂക്കോസ് 10:9. അവരോടും കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോയി പ്രസംഗിക്കേണ്ട ടോപ്പിക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയാനാ പറഞ്ഞത്. The kingdom of God has come near to you. Amen. Yeah. കർത്താവ് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അത് നിങ്ങൾ പോയി പറയുക. ഇനി സുവിശേഷങ്ങളിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് വേറെ ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. കർത്താവിന്റെ പ്രസംഗ വിഷയം, കർത്താവിന്റെ അല്ല, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം മത്തായി 3:2 പറയുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ
മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതായിരുന്നു mm, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം. mm, യേശുവിന്റെ പ്രസംഗ വിഷയം അത് തന്നെയായിരുന്നു. അത് മത്തായി 4:17 പറയുന്നുണ്ട്. mm. Matthew, what? 2. Matthew 4, verses 17. Repent, the kingdom of heaven has come near. Amen. സ്വർഗരാജ്യത്തിൽ കടക്കാനുള്ള Mm. 2 നിബന്ധനകളാണുള്ളത്. അതിലൊന്നാണ് വീണ്ടും ജനനം. ഒരെണ്ണം എന്തായിരിക്കും? Baptism. ബാപ്റ്റിസം അല്ല. മത്തായി 7:21. മത്തായി 7:21. Not everyone who say to me, Lord, Lord, will enter the kingdom of heaven, but only the one who does the will of my Father who is in heaven. Amen. ഒന്നെന്നപ്പം born again, രണ്ടെന്നപ്പം to follow the will of Father. പിതാവിന്റെ ഇഷ്ടം ചെയ്യുക. Not the Father. Second born again. Okay. കർത്താവ് കർശനമായിട്ട് പറഞ്ഞാ വിട്ടത്, നിങ്ങൾ ചെല്ലുമ്പോൾ Mm. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പ്രസംഗിക്കാവൂന്ന് കർശനമായി പറയുന്നുണ്ട്. Mm. ആരായിരിക്കും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ? ആരായിരിക്കും? അത് ജോൺ പറയുന്നല്ലേ? അത് ജോൺ പറയുന്നു. മത്തായി 11:11. Truly I tell you, among those born of women, there has not risen anyone greater than John the Baptist. Yet whoever is least in the kingdom of heaven is greater than he. Oh. എന്താ മനസ്സിലായി? Like ജോൺ ദ ബാപ്റ്റിസ്റ്റിനേക്കാളും ഗ്രേറ്റർ ഇത് റാങ്കിങ് ആണോ, അല്ലെങ്കിൽ പ്ലേസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണുള്ളത്, പക്ഷെ ഇൻ ഹെവൻ ഹീ ഈസ് ഓൾസോ ദ ലീസ്റ്റ് അല്ലേ? Or I'm getting yet whoever is least in the kingdom എന്ന് പറഞ്ഞ അർത്ഥം ഇത്രേ ഉള്ളൂ. is greater than he. Yeah. ഭൂമിയിൽ സ്ത്രീകളിൽ ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയ ആളാണ് യോഹന്നാൻ സ്നാപകൻ. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനാണ് യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ്. ഭൂമിയിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാരും യോഹന്നാനേക്കാൾ വലിയവനില്ല. ഭൂമിയിൽ നിന്ന് സ്ത്രീകളിൽ ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകനാണ്. പക്ഷെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയൊരു മനുഷ്യൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ്. യോഹന്നാൻ സ്നാപകൻ ആരാ? ഭൂമിയിൽ ജനിച്ച സ്ത്രീകളിൽ ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവൻ. അങ്ങനെ പറയാൻ അതാ പൊസിഷൻ പറഞ്ഞതാ. സ്വർഗരാജ്യത്തിലെ ഒരു ചെറിയവന്റെ പവർ എന്നാന്നുള്ളത് കർത്താവ് ഒന്ന് മനസ്സിലാക്കി തന്ന. മാത്രമല്ല
ഈ ഈ സുവിശേഷങ്ങളിൽ ചിലയിടത്ത് ദൈവരാജ്യമെന്നും ചിലയിടത്ത് സ്വർഗരാജ്യം എന്നാണ് പറയുന്നത്. മത്തായിക്കകത്ത് സ്വർഗരാജ്യമെന്നും ബാക്കി സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും രണ്ടാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അതൊരു കോണ്ടസ്റ്റ് വ്യത്യാസത്തിലാണ് അങ്ങനെ പറയുന്നത്. യഹൂദന്മാര് ദൈവം എന്നുള്ള പദം അധികം പറയത്തില്ല. അതുകൊണ്ടാണ് അതിന് പകരം ഒരു ഹെവൻ എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് മത്തായി അതിനെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞത്. മറ്റു സുവിശേഷകന്മാർ അതിനെ ദൈവരാജ്യം എന്ന് പറഞ്ഞത്. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അകത്താണ്. ദൈവരാജ്യം ഇപ്പോൾ നമ്മുടെ അകത്താണ്. അങ്ങനൊരു വാക്യമുണ്ട്. ഞാൻ ജസ്റ്റ് ആ വാക്യം നോക്കിക്കോട്ടെ. ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചു വന്ന കാര്യം അല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ദൈവരാജ്യം Amen. ലൂക്കോസ് 17:21 നോക്കി. ദൈവരാജ്യം എവിടെയാണെന്നുള്ളതിന് കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. 17. ലൂക്കോസ് 17:21. മലയാളത്തിൽ ഒന്ന് നോക്കി. മലയാളം ബൈബിൾ ഉണ്ടോ? എനിക്ക് മലയാളം അറിയില്ല വായിക്കാൻ. മലയാളത്തിൽ പറയുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന. The kingdom of God is within you. അപ്പൊ ദൈവരാജ്യം ഇപ്പൊ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവരാജ്യം ബീനായുടെ ഉള്ളിൽ ഉണ്ട്. Amen. ഈ ദൈവരാജ്യത്തെ നമുക്ക് രണ്ടായി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡ്, രണ്ട് സെക്കുലർ കിങ്ഡം ഓഫ് ഗോഡ്. സ്പിരിച്വൽ ആൻഡ് സെക്യുലർ. ആത്മീക ദൈവരാജ്യവും രണ്ട് ഭൗതിക ദൈവരാജ്യവും. കാരണം എന്താന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു പീലാത്തോസിനോട് പറയുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ ഇപ്പോൾ ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുമായിരുന്നു. ഞാൻ വിളിച്ചാൽ നിസാരമായി എന്റെ ചുറ്റും വരാൻ ദൂതന്മാർ ഇഷ്ടം പോലുണ്ട്. അപ്പൊ ഇപ്പോൾ എന്റെ രാജ്യം ഐഹികമല്ലെന്ന കർത്താവ് പറഞ്ഞു. കേട്ടോ? നീ കേട്ടോ? ഇല്ല, അങ്ങ് സ്റ്റക്കായിരുന്നു. കർത്താവ് പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല. അപ്പം ഇപ്പോൾ ഐഹികമല്ല എന്ന് പറഞ്ഞാൽ അക്ഷരികമല്ലെന്നാണ് അർത്ഥം. അപ്പൊ എന്റെ രാജ്യം ഇപ്പൊ എങ്ങനെയുള്ളതാ? സ്പിരിച്വലാ. അതാണ് ഇപ്പം നിലവിൽ ഇപ്പോ ഉള്ളതെല്ലാം സ്പിരിച്വൽ കിങ്ഡമാണ്. യോഹന്നാൻ 18:36 നോക്കി കർത്താവ് പറഞ്ഞത്. 18:36.
My kingdom is not of this world. If it were, my servants would fight to prevent my arrest by the Jewish leaders. But now my kingdom is from another place. Amen. അപ്പൊ എന്റെ രാജ്യം എന്തല്ല? It's not ഐക്കികമല്ല, earthly. സെക്യുലർ. അപ്പൊ എന്റെ രാജ്യം ആത്മീക Spiritual. രാജ്യമാണ്. Yeah. എന്നാൽ ഭാവിയിൽ, ഫ്യൂച്ചറിൽ Mm. ഒരു അക്ഷരീക ദൈവരാജ്യം ഇവിടെ വരാൻ പോവുകയാണ്. Amen. സെക്കുലർ കിങ്ഡം ഓഫ് ഗോഡ്. Mm. അവിടെയാണ് 1000 വർഷം കർത്താവ് ഭരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയൊക്കെ നടക്കുന്നത്. Yeah. അന്ന് കർത്താവ് രാജാവായിരിക്കും. Mm. അത് ദാനിയേൽ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. Mm. അക്ഷരീക ദൈവരാജ്യത്തെ കുറിച്ചാണ് ദാനിയേൽ പറയുന്നത്. ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അക്ഷരീക ദൈവരാജ്യം ദാനിയേൽ പറയുന്നുണ്ടെന്ന്. അത് റെഫറൻസ് നോക്കേണ്ട കാര്യമില്ല, അതിനകത്ത് ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ദാനിയേൽ എനിക്ക് തോന്നുന്നു 4-ാം അധ്യായമൊക്കെ അതിനെക്കുറിച്ചുള്ളൊരു പരാമർശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. Okay. ആ 4-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ പറയുന്നത് അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വം, അവന്റെ ആധിപത്യം തലമുറ തലമുറയാണ്. അപ്പൊ എന്നേക്കുമുള്ള രാജ്യത്വമുള്ള കർത്താവാണ് വരാൻ പോകുന്നത്. അത് ദാനിയേൽ 4:3 പറയുന്നുണ്ട്. Mm. അപ്പോൾ ഇനി നമ്മുടെ നമ്മളില് ഈ ആത്മീക രാജ്യം നമ്മുടെ ഉള്ളിലുണ്ടെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. Mm. ഇത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് അറിയാനുള്ളൊരു ചെറിയ ഒരു 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 അടയാളം Mm. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. Romans 14:17. For the kingdom of God is not a matter of eating and drinking, but of righteousness, peace, and joy in the Holy Spirit. ദൈവരാജ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ Mm. നമുക്ക് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുണ്ടാകും. ജോയ് എന്ന പദം ഓർക്കുന്നോ? ജോയിയെ കുറിച്ച് ഞാൻ പറഞ്ഞേ. Mm. എന്താ ജോയുടെ പ്രത്യേകത? ഹാപ്പിനെസ്സും ജോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? Joy, the happiness circumstances based on a joy circumstances based on that is filled the godly gift പോലെ that will always ജോയ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് അതീതമായി നിലനിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളിൽ ദൈവരാജ്യം ഈ 3 കാര്യങ്ങൾ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ സന്തോഷം, ഇത് 3 നമ്മിലുണ്ടോ? ഏറ്റവും അവസാനത്തെ തന്നെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. ഏതാ? ജോയ്. അതുണ്ടോ? നമ്മളിലുള്ളത് ഹാപ്പിനെസ് അല്ലേ? ജോയ് എന്ന് പറഞ്ഞാൽ വിടുതൽ ഉണ്ടായാലും ഇല്ലെങ്കിലും, അവസ്ഥ മാറിയാലും ഇല്ലെങ്കിലും കൺസിസ്റ്റന്റ് ആയി നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. അത് നമ്മളിലുണ്ടോ? അതുള്ള ഇഷ്ടം പോലെ ഭക്തന്മാരുണ്ടായിരുന്നു. പൗലോസൊക്കെ അതുണ്ടായിരുന്നുണ്ടല്ലേ പറഞ്ഞു. ജയിലിൽ കിടക്കുമ്പോൾ സന്തോഷിക്കാൻ വല്ലതും ഉണ്ടോ? പക്ഷെ ജയിലിൽ കിടന്നോണ്ടാ പുള്ളി 16 പ്രാവശ്യം പറഞ്ഞത് എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കാൻ. അത് പറയണമെങ്കിൽ പുള്ളിയുടെ അകത്തെ സന്തോഷം എന്തായിരിക്കും? അത് പ്രാപിക്കാൻ കഴിയും. അന്നപ്പം ഞാനൊരു കാര്യം, അന്നപ്പം earthly troubles ഉള്ളപ്പം Paul must have he must have felt the pain of it. അന്നപ്പം സാഡ് ആയി കാണുമല്ലോ. though external circumstances നമ്മുടെ റൈറ്റ് അല്ലെങ്കിലും
നമ്മൾ വിഷമം വന്നാലും ബട്ട് വി ഹോപ്പ് ആൻഡ് വി ഹാവ് ഫൈൻഡ് ദ ജോയ് ഇൻ ദ ലോർഡ് അല്ലേ? അതല്ലേ? അതോ ദിസ് ജോയ് ഇസ് ഡിഫറെന്റ് ആണോ? ജോയ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഇപ്പം ഈ അകത്ത് ജോയ് അനുഭവിക്കുന്നവർക്കും രോഗമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവരതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണം പറയാം. പൗലോസ് 4 പ്രാവശ്യം കാരാഗ്രഹത്തിൽ കിടന്നു. പൗലോസ് സ്വതന്ത്രമായി പുറത്തുപോയി സുവിശേഷ വേലയും ചെയ്തു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വതന്ത്രമായി നടന്ന് സുവിശേഷ വേല ചെയ്തതിനേക്കാൾ പൗലോസ് പ്രയോജനപ്പെട്ടത് ജയിലിനകത്ത് കിടന്ന സമയത്താണ്. അപ്പൊ ജയിലിനകത്താണ് നീ കിടക്കുന്നതെങ്കിലും സ്വതന്ത്രമായിട്ടാണേലും ഉപയോഗിക്കപ്പെടുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് ഒരു തടസ്സങ്ങളും ബാധകമല്ല. എന്താ ജയിലിൽ കിടന്നപ്പോണ്ടായ പ്രത്യേകത? ഈ ലേഖനങ്ങളിൽ 5 ലേഖനങ്ങളും എഴുതിയപ്പോൾ പൗലോസ് കാരാഗ്രഹത്തിലാണ്. സഭയുടെ മർമ്മം വെളിപ്പെട്ട എഫേസ് ലേഖനം, ക്രിസ്തു എന്ന തലയുടെ മർമ്മം വെളിപ്പെട്ട കൊലോസ് ലേഖനം, ഫിലോമോന്റെ ലേഖനം, ഫിലിപ്പ് ലേഖനം, 2 തിമോത്തി, ഇതെല്ലാം എഴുതുമ്പോൾ പോൾ എവിടെയാണ്? കാരാഗ്രഹത്തില്. അപ്പോൾ അവിടെ താൻ ഉപയോഗിക്കപ്പെട്ടോ? കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടത് എവിടെ വെച്ചാ? ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ വെച്ചാണ്. ഇനി അത് മാത്രമല്ല, കൈസറുടെ അരമനയിലുള്ളവർക്ക് ഞാൻ വന്ദനം ചെയ്യുന്നു. ആരാ ഈ കൈസറുടെ അരമനയിലുള്ളവര്? പൗലോസ് ജയിലിൽ കിടന്ന സമയത്ത് പൗലോസിന് ഭക്ഷണം കൊണ്ടുവന്ന പടയാളികളിൽ പലരും പൗലോസിന്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് അവരിലൂടെ കൈസറുടെ അരമനയിൽ വരെ സുവിശേഷം ചെന്നു. അപ്പം താൻ ഇങ്ങനെ സ്വതന്ത്രമായി നടന്നപ്പം രാജകൊട്ടാരത്തിൽ സുവിശേഷം പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ജയിലിൽ കിടന്നപ്പം രാജകൊട്ടാരത്തിന്റെ അരമനകൾ വരെ സുവിശേഷം എത്തിക്കാൻ പൗലോസിന് കഴിഞ്ഞു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പുറത്തു താൻ നടന്നതിനേക്കാൾ ഉപയോഗിക്കപ്പെട്ടതെല്ലാം അകത്ത് കിടന്നപ്പോഴാണ്. അപ്പം ജയിലിനെ സംബന്ധിച്ച് ജയിൽ എല്ലാവർക്കും ദുഃഖമുള്ള കാര്യമാണ്. പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ പൗലോസ് ആ ജയിലിനെ അപ്രോച്ച്, നമ്മളായിരുന്നെങ്കിൽ അയ്യോ എന്ന് കാറിയന്, വെളിയിറങ്ങാൻ പറ്റുന്നില്ലേ, ബന്ധുക്കാരെ കാണാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ പൗലോസ് ആ ജയിലിനെ കണ്ടത് തൻ്റെ ലിമിറ്റേഷൻസ് അല്ല കണ്ടത്. ദൈവം ഈ ജയിൽ ഇപ്പൊ തന്നിരിക്കുന്നത് അല്പം റെസ്റ്റ് എടുത്തോണ്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കർത്താവിന് തന്നോട് പറയാനുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, അതിനുവേണ്ടി തന്നെ ഒരു അല്പസമയം ഇരുത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് പൗലോസ് കണ്ടത്. അപ്പൊ നമ്മൾ ഈ ജോയ് 24 മണിക്കൂർ അകത്തുള്ള പൗലോസ് ഒരു പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യുന്നതും ഹാപ്പിനെസ്സിൽ മാത്രം ജീവിക്കുന്ന നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം മീനായ്ക്ക് പകരം പൗലോസ് ആയിരുന്നു നേഴ്സിംഗ് അവിടെ നിന്റെ ജോലി ചെയ്യുന്നെങ്കിൽ, നിന്റെ ജോലി പോയാൽ നീ ആയിരുന്നെങ്കിൽ അയ്യോ ഒത്തോന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം വിളിച്ച് കരഞ്ഞേനെ, പാസേ പ്രാർത്ഥിക്കണമെന്ന് പറയും. പക്ഷെ പൗലോസാണ് മൈൻഡ് ചെയ്യല. കാരണം പൗലോസ് പറയും, ഈ ജോലി ഇപ്പൊ പോയെങ്കിൽ അതിന്റെ അർത്ഥം കുറച്ച് നാൾ അടുത്തൊരു ജോലി കിട്ടുന്നിടം വരെ കർത്താവിന് എന്നെ ഒന്ന് ഇരുത്തി എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, അതെനിക്കൊരു ലേഖനമാക്കണം, അതെനിക്ക് എഴുതിയെടുക്കണം, ആ രീതിയിൽ അപ്രോച്ച് ചെയ്തോളൂ. നമ്മളാണെങ്കിൽ അത് ഒരു പൈശാചിക പോരാട്ടമായിട്ടും ബന്ധനമൊക്കെ ആയിട്ട് അപ്രോച്ച് ചെയ്യും. അപ്പൊ ഈ ജോയി ഉള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർ അതിനെ നേരിടുന്ന വിധം, അതിനോടുള്ള അവരുടെ റെസ്പോണ്ട്, അവരുടെ അപ്രോച്ചൊക്കെ നമ്മളെ പോലെ അല്ല, ഭയങ്കര സംതിങ് ഡിഫറെന്റ് ആണ്. അതാണ് അതിനകത്തെ ഒരു വ്യത്യാസം. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജോയി നമുക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഉപദേശപരമായ ദൈവരാജ്യം നമ്മളിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വീണ്ടും ജന്നത്തിന്റെ കാര്യം. അതിലേക്ക് ഞാൻ വരിക. അങ്കിൾ, നമ്മള് ഇത്രയും നമ്മള് പ്രാർത്ഥിക്കുമ്പം, നമ്മള് വിശ്വസിക്കുമ്പം, നമ്മള് ഹോൾഡ് ഓൺ ചെയ്യുമ്പം, ഇത് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ എങ്ങനെയാ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാനൊരു മറുപടി പ്രയോജനപ്പെടാം.
അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനുണ്ട്, കൊർന്നല്യോസ്. Yeah. കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നു, സ്നാനപ്പെട്ട ആളല്ലായിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാം. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളായിരുന്നില്ല, സുവിശേഷം അറിയത്തില്ലായിരുന്നു, സ്നാനപ്പെട്ടില്ല, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചില്ല. പക്ഷെ അയാൾ പ്രാർത്ഥിക്കുമായിരുന്നു. അയാൾ ദർശനം കാണുമായിരുന്നു, കൃത്യമായ വെളിപ്പാട് കാണുമായിരുന്നു. അതുകൊണ്ടല്ലേ അയാൾ കണ്ടത്, ഒരു ദൂതൻ തന്റെ വീട്ടിൽ വന്ന് തന്നോട് പറയുന്നു, നീ ഇന്നടത്ത് എൻ്റെ ദാസൻ ശീമോൻ പത്രോസ് പാർക്കുന്നുണ്ട്, നീ അവനെ വിളിച്ചു വരുത്തി പ്രസംഗിക്കണമെന്ന് ദൂതൻ പറയുന്നു. അപ്പം അയാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടാണോ? ഈ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്ത ഈ പുള്ളിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടാണോ അതിനുള്ള മറുപടി ദൂതനെ വിട്ടുകൊടുത്തത്? ഇല്ല. പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ അതിന് നമ്മൾ രക്ഷിക്കപ്പെടണമെന്നോ ഒന്നുമില്ല. കണ്ട 10-ാം അധ്യായം നോക്കി, അവിടെ ഇയാളുടെ ഒരു പ്രത്യേകത എഴുതിയിട്ടുണ്ട്. 10:2 പറയുന്നുണ്ട്, ഇയാള് രക്ഷിക്കപ്പെട്ട ആളല്ല, പക്ഷെ അയാൾ ഭക്തനായിരുന്നു. രക്ഷിക്കപ്പെട്ട ആളല്ല, പക്ഷെ അയാൾ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. രക്ഷിക്കപ്പെട്ട ആളല്ല, അയാൾ ദാനധർമ്മം കൊടുക്കുവാൻ ഇഷ്ടം പോലെ. രക്ഷിക്കപ്പെട്ട ആളല്ല, അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കണ്ടോ? 3-ാം വാക്യത്തിൽ നോക്കി, അയാൾക്ക് രക്ഷിക്കപ്പെടാത്ത ഈ പുള്ളിക്ക് എന്തു കൊടുത്തു? ദർശനം കൊടുത്തു. കണ്ടോ? അവിടെ വെച്ച് കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്ന ശബ്ദം അവൻ കേട്ടു. ദൂതൻ തന്റെ അകത്ത് വന്നു. അപ്പം രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്ത ഈ മനുഷ്യനിൽ അയാളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അയാളോട് ദൈവം ദൂതനെ അയച്ചു, അയാളോട് സംസാരിച്ചു. ഇതൊന്നും രക്ഷിക്കപ്പെട്ടില്ലേലും വീണ്ടും ജനനം പ്രാപിച്ചില്ലേലും ഇതെല്ലാം നടക്കും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, വീണ്ടും ജനനവും സ്നാനവും ഇതൊന്നും ഈ മാതിരി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഐറ്റം അല്ല. ഇതിന്റെ വില നമ്മൾ ഈ വീണ്ടും ജനനത്തിന്റെ വില നമ്മൾ അറിയുന്നത് ഈ ഭൂമിയിലല്ല. ഈ ലോകം കഴിഞ്ഞു പോകുന്ന ലോകം വരും, അവിടെയാണ് വീണ്ടും ജനനത്തിന്റെ വിലയൊക്കെ അറിയാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഇനി ആ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഒരാളിൽ എപ്പോഴാണ് ദൈവരാജ്യം സ്റ്റാർട്ട് ആകുന്നതെന്ന് ചോദിച്ചാൽ, ഒരാൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത്, യേശു എന്റെ കർത്താവാണെന്ന് വാഗൊണ്ടേറ്റു പറയുന്ന സമയം. യേശു എന്റെ കർത്താവാണെന്ന് ഞാൻ വാഗൊണ്ട് പറയുമ്പോൾ, കർത്താവിനെ നീ എപ്പോൾ, യേശുവിനെ നിന്റെ കർത്താവായിട്ട് നീ എപ്പോൾ ഹൃദയത്തിൽ അംഗീകരിക്കുമോ, അപ്പോൾ യേശു രാജാവായിക്കൊണ്ടൊരു രാജ്യം നിന്റെ ഉള്ളിൽ സ്റ്റാർട്ടാകും. അതാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. എപ്പോഴാ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്റ്റാർട്ടായത്? യേശുവിനെ എൻ്റെ കർത്താവെന്ന് എപ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വാഗൊണ്ട് ഏറ്റു പറഞ്ഞു, അപ്പോൾ മുതൽ യേശു ക്രിസ്തു രാജാവായിക്കൊണ്ടൊരു രാജ്യം എൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടായി. ദിസ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇതേ സംശയമുണ്ടോ? ഇല്ല. ഈ രാജ്യത്തെ പ്രജകൾ, ഈ ദൈവരാജ്യത്തിലെ പ്രജകൾ അനുസരിക്കേണ്ട, പാലിക്കേണ്ട ലോയാണ് മാത്യു ചാപ്റ്റർ 5, 6, 7. ദൈവരാജ്യത്തിനകത്ത്, ഇപ്പോൾ ആത്മീക ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവർ നിർബന്ധമായും പാലിക്കേണ്ട ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണ് മത്തായി 5 മുതൽ 7 വരെ. Law of the kingdom of God. അപ്പൊ നിക്കോദിമോസിനോടാണ് യോഹന്നാൻ 3:3 കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം നിനക്ക് കാണണമെങ്കിൽ, ദൈവരാജ്യത്തിൽ നിനക്ക് കടക്കണമെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് ബോൺ അഗൈൻ, വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക. അങ്ങനെയാണെങ്കിൽ നിക്കോദിമോസ് ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നിക്കോദിമോസ് ആരായിരുന്നു എന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ആരൊക്കെയാണ് പുതുതായി ജനിക്കേണ്ടത് എന്നുള്ള നമ്മുടെ ആ ചോദ്യം, ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. Okay. നമ്മുടെ ചോദ്യം അതായിരുന്നു. ഒന്നാമത്തെ വിഷയത്തിൽ നമ്മൾ നിൽക്കുന്നേ ഉള്ളൂ, ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിക്കോദിമോസിനോടാ കർത്താവ് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാനും കടക്കാനും പറ്റുകയില്ല. അപ്പൊ നിക്കോദിമോസ് ആരായിരുന്നു എന്ന് പഠിക്കുമ്പോൾ ആ നിക്കോദിമോസ് ആരായിരുന്നു എന്നുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് പുതുതായി ജനിക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, ആരായിരുന്നു നിക്കോദിമോസ്? ഒന്ന്, നിക്കോദിമോസ് ആരായിരുന്നു? ഒന്നാമത്തെ ഉത്തരം, അദ്ദേഹം ഒരു പരീശനായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. There was a man of the Pharisees named Nicodemus. അപ്പം ആരായിരുന്നു നിക്കോദിമോസ്? ഒരു പരീശനായിരുന്നു. ഈ യഹൂദന്മാരുടെ ഇടയിൽ റൂളിംഗ് കൗൺസിൽ അതിപ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. ഒന്ന് പരീശൻ, 2 സദൂക്യൻ, 3 എരിവുകാർ എന്നാണ് അവരുടെ പേര്. എരിവുകാർ. എരിവുകാർ എന്നുള്ളത് ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ ഇതിനകത്ത് ഈ 3 ഗ്രൂപ്പിൽ ഏറ്റവും മെയിൻ സ്ട്രീമിൽ നിന്ന ഗ്രൂപ്പായിരുന്നു പരീശനും സദൂക്യനും. അങ്കിൾ ഒരു 2 minutes വെയിറ്റ് ചെയ്യാവോ? എൻ്റെ ഒരു ഡെലിവറി വന്നു, ഞാനതൊന്ന് എടുത്തോട്ടെ. ഓക്കെ.
ഹലോ അങ്കിൾ, സോറി അങ്കിൾ, ഫുഡ് ഡെലിവറി ആയിരുന്നു. ഫുഡ് വരുത്തുവാണോ? ഇന്ന് മേടിക്കുവായിരുന്നു, എന്നെ കൊണ്ട് വയ്യായിരുന്നു ഉണ്ടാക്കാൻ. ഓക്കെ. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ ഈ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. 3. ആ 3 ഗ്രൂപ്പിൽ മെയിൻ സ്ട്രീമിൽ നിന്ന് 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പരീശനും ഒന്ന് സദൂക്യനും. അതിൽ സദൂക്യ വംശക്കാരാണ് പുരോഹിതന്മാരായിട്ട് വരുന്നത് മൊത്തം. ഹൈ പ്രീസ്റ്റ് ആയിട്ട്, പ്രീസ്റ്റ് ആയിട്ട് വരുന്നത്. അത് അവരുടെ ഒരു പ്രിവിലേജ് ആണത്. ഈ പരീശന്മാരും സദൂക്യരും തമ്മിൽ വിശ്വാസ സംബന്ധമായ ചില വ്യത്യാസം ഉണ്ടായിരുന്നു. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവൻ എന്നാണ്. ഈ പരീശരും സദൂക്യരും തമ്മിൽ ഞാൻ എരിവുകാരെ പറയാത്ത കാര്യം എന്നു ചോദിച്ചാൽ, എരിവുകാരെന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷണറി പാർട്ടിയായിരുന്നു അവര്. എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായ പാർട്ടിയായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഈ എരിവുകാര്. അവര് ദൈവത്തിന്റെ വലങ്കൈകളാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ദൈവത്തെ കാത്തിരുന്നവരാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങോട്ട് മാറി ഇവരെ പറഞ്ഞു. ഇതിൽ പരീശനും സദൂക്യനും തമ്മിൽ വിശ്വാസ സംബന്ധമായ ചില വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, പരീശൻ മനുഷ്യന് ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, സദൂക്യർ അത് വിശ്വസിക്കുന്നില്ല. And she believe there is soul. Sadducees don't believe at all. അതിന് അവർ അങ്ങനെ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസം അങ്ങനെ. 2, പരീശൻ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു, സദൂക്യർ അത് വിശ്വസിക്കുന്നില്ല. മരിച്ചവർക്കൊരു പുനരുത്ഥാനം ഉണ്ടെന്ന് പരീശൻ വിശ്വസിക്കുന്നു, സദൂക്യൻ അത് വിശ്വസിക്കുന്നില്ല. പുനരുത്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ റിസറക്ഷൻ. Sorry, uncle. വൈഫൈ അല്ലേ അവിടെ? അപ്പൊ വൈഫൈ അല്ല, എന്റെ ബാറ്ററി ചത്തുപോയതാ. ഐപാഡൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ഞാൻ ഫോണിലാ കൂടുതലും ചെയ്യുന്നത്, അല്ലെ ലാപ്ടോപ്പില്. നെക്സ്റ്റ് ടൈം ലാപ്ടോപ്പിൽ വെക്കാതാ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ മൊത്തം വിശ്വസിക്കുന്നവരാണ് പരീശന്മാര്. എന്നാൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ മൊത്തം വിശ്വസിക്കുന്നില്ല സദൂക്യര്.
അപ്പൊ നിക്കോദിമോസ് ആരായിരുന്നു? പരീക്ഷനായിരുന്നു. Who എങ്ങനെയുള്ള believed പരീക്ഷൻ? in who എങ്ങനെയുള്ള believed പരീക്ഷൻ? there is മനുഷ്യന് പരീക്ഷ ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന, ബൈബിളിലെ 39, ആ കാലത്ത് 39 പുസ്തകമുള്ളൂ, ബൈബിളിലെ മൊത്തം പുസ്തകങ്ങളും വിശ്വസിച്ചു കൊണ്ടിരുന്ന ഒരു പരീക്ഷനായിരുന്നു നിക്കോദിമോസ്. അപ്പോൾ മനുഷ്യന് ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന, മരിച്ചവരുടെ പുനരുത്ഥാനം വിശ്വസിക്കുന്ന, വേദപുസ്തകത്തിലെ മുഴുവൻ പുസ്തകങ്ങളെയും വിശ്വസിക്കുന്ന, എന്ന് പറഞ്ഞാൽ വേദപുസ്തകം മൊത്തം ശരിയാണെന്ന് അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു മനുഷ്യനോടാണ് കർത്താവ് പറഞ്ഞത്, ബൈബിള് മൊത്തം നീ വിശ്വസിച്ചാലും, ബൈബിള് മൊത്തം ശരിയാണെന്ന് നീ അംഗീകരിച്ചാലും, നീ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. അപ്പൊ മനസ്സിലായില്ലേ? വേദപുസ്തകം മൊത്തം നിങ്ങൾ 50 പ്രാവശ്യം വായിച്ചാലും, ബൈബിളിനകത്ത് പറയുന്ന എല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും, ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളെയും നിങ്ങൾ വിശ്വസിച്ചാലും, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. അപ്പോൾ ആരാണ് വീണ്ടും ജനിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം, പരീക്ഷനാണ് വീണ്ടും ജനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, വേദപുസ്തകം മുഴുവൻ വിശ്വസിക്കുന്ന, വേദപുസ്തകം മുഴുവൻ ശരിയെന്ന് അംഗീകരിക്കുന്ന ഒരാളാണോ അയാളും വീണ്ടും ജനിച്ചിരിക്കണം. രണ്ട്, ആരാണ് നിക്കോദിമോസ്? ആ വാക്യത്തിൽ തന്നെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ യഹൂദന്മാരുടെ ഒരു പ്രമാണി എന്നാണ് നിക്കോദിമോസിനെ പറയുന്നത്. ആരാണ് നിക്കോദിമോസ്? നിക്കോദിമോസ് ഒരു പ്രമാണിയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റൂളർ ഓഫ് ദ ജൂസ്. റൂളർ എന്ന് പറഞ്ഞാൽ ഒരു അധികാരി എന്നോ പ്രമാണി എന്നൊക്കെ പറയാം. അപ്പം സാധാരണപ്പെട്ട ഒരാളല്ല നിക്കോദിമോസ്. അദ്ദേഹം ഒരു റൂളർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു റൂളറോടാണ് കർത്താവ് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചേ മതിയാകൂ. നമ്മള് പിണറായി വിജയനോട് പോയി വീണ്ടും ജനിക്കാൻ പറയാൻ ധൈര്യപ്പെടുമോ? നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് പറയാൻ ധൈര്യപ്പെടുമോ? ഒരു റൂളർ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ട്രാക്ട് കൊടുക്കാനും സുവിശേഷം പറയാനും പോകും, പണ്ടൊക്കെ ഞാനും പോകാൻ. അപ്പം വലിയ മതിലുള്ള കൂറ്റൻ 2-3 നില വീടും പട്ടിയുടെ ഒരേ കേൾക്കുമ്പോൾ അങ്ങോട്ട് ആരും സുവിശേഷം പറയാൻ പോകില്ല. കാര്യം കാശുള്ളവരാണ്, പിടിപാടുള്ളവരാണ്. നമ്മൾ കൂടുതലും പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ലക്ഷം വീട് കോളനിയിലും പാവങ്ങൾ താമസിക്കുന്നിടത്തും ഒക്കെയാണ്. ഈ പാർട്ടികളോടൊന്നും പറയാൻ പോകത്തില്ല. കാരണം ഇവരൊക്കെ അധികാരികളും പിടിപാടുള്ളവരും നമ്മളെ ആട്ടിപ്പുറത്താക്കുമെന്നും റിജക്റ്റ് ചെയ്യുമെന്നും ഒക്കെ ഇന്ന് പോകുകയല്ല. എല്ലാവരും പിന്നെ സാധുക്കളായ ആളുകളെടുത്ത് സൂചനം പറയാൻ പോകും. എന്ന് പറഞ്ഞാൽ റൂളേഴ്സിന്റെ അടുത്ത് ആരും പോകത്തില്ല. ഏത് റൂളറാന്ന് പറയുന്നില്ല. ചിലപ്പോൾ സഭയിലെ പ്രമാണിയാണെന്ന് നമുക്കറിയത്തില്ല, സിനഗോഗിലെ. ഇനി മാർക്കറ്റിലെ പ്രമാണിയാണെന്ന് നമുക്കറിയത്തില്ല. ഏത് പ്രമാണിയാണ്, ഇനി ചർച്ചിലെ സെക്രട്ടറി ആണെങ്കിലും, സഭയിലെ പ്രമാണിയാണെങ്കിലും, മാർക്കറ്റിലെ പ്രമാണിയാണെങ്കിലും, സൊസൈറ്റിയിലെ പ്രമാണിയാണെങ്കിലും, നീ എവിടുത്തെ പ്രമാണിയാണെങ്കിലും, എവിടുത്തെ റൂളർ ആണെങ്കിലും, ഏത് അധികാരം നിനക്കുണ്ടെങ്കിലും, വീണ്ടും ജനിക്കാതെ നിനക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. അപ്പോൾ ആരാണ് വീണ്ടും ജനിക്കേണ്ടത്? ബൈബിള് മൊത്തം അറിയാമെന്ന് പറയുന്ന പരീക്ഷൻ വീണ്ടും ജനിക്കണം. നീ സമൂഹത്തിലെ ഏത് തലത്തിലെ പ്രമാണിയാണെങ്കിലും സകല പ്രമാണിമാരും വീണ്ടും ജനിക്കണം. ഇനി 3, ആരായിരുന്നു നിക്കോദിമോസ്? നിക്കോദിമോസ് യേശു ക്രിസ്തുവിനെ നന്നായി അറിയുന്നവനായിരുന്നു. അതാണ് 2-ാം വാക്യം പറയുന്നത്. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി,
നീ We ദൈവത്തിന്റെ know അടുക്കൽ that. നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. Yeah. ഞങ്ങൾ അറിയുന്നു. അപ്പൊ ആരായിരുന്നു നിക്കോദിമോസ്? യേശു ക്രിസ്തുവിനെ നന്നായി അറിയുന്നവനായിരുന്നു നിക്കോദിമോസ്. Yeah. But still he was not born again. എന്ന് പറഞ്ഞാൽ അറിയുന്നവനാണെങ്കിലും വീണ്ടും ജനിച്ചേ മതിയാകൂ. യേശു ക്രിസ്തുവിനെ നന്നായി അറിയുന്നവനാണെങ്കിലും വീണ്ടും ജനിച്ചേ മതിയാകൂ. എന്തായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് പുള്ളിക്ക് അറിയാവുന്നത്? നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നത് പുള്ളിക്കറിയാം. Yeah. But no one. ദൈവം നിന്നോടുകൂടെ ഉള്ളത് കൊണ്ടാണ് നീ അടയാളങ്ങൾ ചെയ്യുന്നതെന്നും Amen. ഈ രണ്ട് അറിവുകൾ പുള്ളിക്കുണ്ടായിരുന്നു. Mm. അപ്പൊ യേശു ക്രിസ്തുവിനെ ഇത്ര നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വേറെ ഇല്ല. Mm. നാടൻ ഭാഷയെ പറഞ്ഞാൽ ക്രിസ്റ്റോളജിയിൽ അത്യാവശ്യം മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളായിരുന്നു Nicodemus. നിക്കോദിമോസ്. ഇത്രയും കർത്താവിനെ കുറിച്ച് അറിവുള്ള ആളോടാ പറഞ്ഞത്, അറിവൊക്കെ നിന്റെ കാണും, പക്ഷേ Born again ആകണം. വീണ്ടും ജനിക്കാതെ എന്റെ രാജ്യത്തിൽ കടക്കാൻ നിനക്ക് കഴിയില്ല. Amen. നമ്മൾ ചില മർത്തോമക്കാര്, കത്തോലിക്കര്, യാക്കോബാര് ഇവരൊക്കെ സംസാരിച്ചാൽ ഇവർക്കെല്ലാം അറിയാം, യേശുവിനെ കുറിച്ച് എല്ലാം അറിയാം. Mm. നല്ല അറിവാ കർത്താവിനെ കുറിച്ച് ഈ മർത്തോമക്കാർക്കും യാക്കോക്കാർക്കും ഒക്കെ. പെന്തക്കോസുകാരെക്കാൾ ചില അറിവുള്ള എനിക്ക് തോന്നുന്നുണ്ട് ചിലരുടെ സംസാരം. Mm. ഭയങ്കര നോളജാ, പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ല. അറിവ് ചീർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് അറിവല്ല, അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ പലരുടെയും തലയിൽ യേശുക്രിസ്തു ഉണ്ട്, ഹൃദയത്തിലില്ല. തലയിൽ അറിവായിരിക്കുന്നു, ഹൃദയത്തിൽ അനുഭവമാകുന്നു. അപ്പൊ ഈ തലയിലുള്ള യേശുക്രിസ്തു ഒരു മുഴം താഴോട്ട് ഹൃദയത്തിലേക്ക് വന്നാലേ അത് അനുഭവമാകാൻ കഴിയും. നമുക്കൊക്കെ പലർക്കും അറിവാണ്, അനുഭവമാകണം കർത്താവ്. നിക്കോദിമോസിന് യേശുക്രിസ്തുവിനെ നന്നായിട്ട് അറിയാം, ഭയങ്കര നോളജാ യേശുക്രിസ്തുവിനെ കുറിച്ച്. ഇവിടെ ഇരിപ്പുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ എത്ര നന്നായി ക്രിസ്റ്റോളജി അറിയാമെങ്കിലും, എത്ര നന്നായി കർത്താവിനെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ചാലും, എത്ര നന്നായി കർത്താവിനെ കുറിച്ച് നിനക്ക് അറിയാമെങ്കിലും, നീ വീണ്ടും ജനിക്കാതെ അവന്റെ രാജ്യത്തിൽ കടക്കാനോ അത് കാണാനോ നിനക്ക് കഴിയില്ല. ആരാണ് വീണ്ടും ജനിക്കേണ്ടത്? 3 കാര്യങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ. ബൈബിള് മൊത്തം അറിയാവുന്നവനാണെങ്കിലും, ബൈബിള് മൊത്തം അംഗീകരിക്കുന്ന പരീക്ഷനാണെങ്കിലും നീ വീണ്ടും ജനിക്കണം. നീ ഏത് തുറയിലുള്ള പ്രമാണിയാണെങ്കിലും, ഏത് മേഖലയിലെ റൂളറാണെങ്കിലും നീ വീണ്ടും ജനിക്കണം. കർത്താവിനെ കുറിച്ച് നന്നായി അറിയാവുന്നവനാണെങ്കിലും വീണ്ടും ജനിക്കാതെ നിനക്ക് രക്ഷയില്ല. 4ാമത്, നിക്കോദിമോസ് ആരായിരുന്നു? 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നിക്കോദിമോസ് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുക. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, നിക്കോദിമോസ് ആരായിരുന്നു? ഒരു വൃദ്ധനായിരുന്നു. നിക്കോദിമോസ് ആരായിരുന്നു? വൃദ്ധൻ എന്ന പദത്തിന്റെ മറ്റൊരു പേര് പഴക്കം ചെന്നവൻ എന്ന. പഴക്കം ചെന്നവൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ തിയോളജിക്കലായിട്ട് ഉപയോഗിക്കുമ്പോൾ പാരമ്പര്യമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ട്രഡീഷണൽ. അപ്പോൾ നിക്കോദിമോസ് പറയാണ്, നിക്കോദിമോസ് ആരായിരുന്നു? വൃദ്ധനായിരുന്നു, പഴക്കം ചെന്നവനായിരുന്നു, പാരമ്പര്യമുള്ളവനായിരുന്നു. അപ്പോൾ വൃദ്ധൻ എന്ന് പറയുമ്പോൾ എന്താ? പുള്ളിക്കിന് ഇത്ര നാളേ ഉള്ളൂ,
മരിക്കാൻ റെഡിയായിട്ട് കുഴിയിലോട്ട് കാലം നീട്ടി വെച്ചിരിക്കുന്ന വൃദ്ധനോടാണ് പറയുന്നത്, നീ ഇത്ര പഴക്കമുള്ളവനാണെങ്കിലും നിനക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇത്ര പാരമ്പര്യം നിനക്കുണ്ടെങ്കിലും വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കാണാനോ കടപ്പാനോ നിനക്ക് കഴിയില്ല. Amen. മനസ്സിലായില്ലേ? തോമാസ് ലീഹായുടെ പാരമ്പര്യം നീ പറയുന്ന ആളാ, അതിന് തോമാസ് ലീഹ കാണും, നിത്യത കാണും. പക്ഷേ നീ തോമാസ് ലീഹയുടെ പാരമ്പര്യം പറഞ്ഞാലും കെ എബ്രഹാമിന്റെ പാരമ്പര്യം പറഞ്ഞാലും കുക്ക് സാഹിബിന്റെ പാരമ്പര്യം പറഞ്ഞാലും പെന്തക്കോസിലെ 4ാം തലമുറയാണെന്ന് നീ പറഞ്ഞാലും നീ എത്ര പഴക്കമുള്ളവനാണെങ്കിലും എന്ത് പാരമ്പര്യം നിനക്കുണ്ടെങ്കിലും വീണ്ടും ജനിക്കാതെ ഈ പാരമ്പര്യം പറയുന്നവൻ ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. Amen. Amen. Praise the Lord. ആരായിരുന്നു നിക്കോദിമോസ്? He was 5ാമത്തെ old. കാര്യം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിക്കോദിമോസ് ആരായിരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും. അപ്പോൾ ആരായിരുന്നു നിക്കോദിമോസ്? Teacher. അവൻ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നു, ടീച്ചറായിരുന്നു. ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശി. പണ്ടൊക്കെ ഉപദേശിമാരെന്നായിരുന്നു വിളിക്കുന്നത്, ഇപ്പോഴാ പാസ്റ്റർമാരും റവറൻറ്റും ഡോക്ടറും ഒക്കെ. ഉപദേശിക്കുന്ന ഉപദേശിയോടാണ് കർത്താവ് പറയുന്നത്, നീ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, നീ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ടീച്ചറാണ്, പക്ഷെ ഇന്നു വരെ നീ വീണ്ടും ജനിച്ചിട്ടില്ല. നീ എന്തിനാ ഈ ആളുകളെ പഠിപ്പിക്കുന്നത്? യഹൂദന്റെ പാഠശാലയിൽ യഹൂദ മതത്തിലെ ന്യായപ്രമാണ പുസ്തകം എന്തിനാ നീ പഠിപ്പിക്കുന്നത്? ആളുകളെ സ്വർഗത്തിലെത്തിക്കാൻ. ആളുകളെ സ്വർഗത്തിലെത്തിക്കാൻ പഠിപ്പിക്കുന്നത്. നീ സ്വർഗത്തിൽ പോവുകയല്ല, കാരണം നീ വീണ്ടും ജനിച്ചിട്ടില്ല. പ്രസംഗിക്കുന്ന പാസ്റ്റർമാരാകട്ടെ, ബൈബിൾ കോളേജിലെ അധ്യാപകരാകട്ടെ, പാടുന്നവരാകട്ടെ, ഈ പല പുള്ളികളും വീണ്ടും ജനിച്ചിട്ടില്ലെന്ന്. വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിലും പ്രസംഗിക്കാനും പ്രവചിക്കാനും കഴിയും, പക്ഷെ മുകളിലെത്തണമെങ്കിൽ, നിത്യതയിലെത്തണമെങ്കിൽ വീണ്ടും ജനിക്കണം. ചില ആളുകളോട് ബ്രദറെ വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഉടനെ പുള്ളി പറയും, ഞാൻ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്ന് പറയും. ചിലരോട് വീണ്ടും ജനിച്ചാണെന്ന് ചോദിച്ചാൽ ഉടനെ അവർ പറയും, പാസ്റ്റർ ഇല്ലാത്തപ്പോൾ ഞാൻ ആ യോഗം നടത്തുന്നത് ചർച്ചിലെന്ന് പറയും. ബ്രദർ വീണ്ടും ജനിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ചർച്ചിലെ വർഷിപ്പ് ലീഡർ എന്ന് പറയും. നീ എന്നാ വർഷിപ്പ് ലീഡർ ആണെങ്കിലും, നീ എന്നാ പാസ്റ്റർ ആണെങ്കിലും, എന്നാ പ്രവാചകനാണെങ്കിലും, നീ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണെങ്കിലും നീ ഇതുവരെ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിക്കാത്ത ഒത്തിരി പാസ്റ്റർമാരുണ്ട്, ഒത്തിരി വിശ്വാസികളും ഒത്തിരി പ്രവാചകന്മാരുണ്ട്. ഇവരെല്ലാം വീണ്ടും ജനിക്കാതെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇവര് പലരെ നിത്യതയിലെത്തിക്കാൻ ശ്രമിക്കാണ്, ഇവര് കൈവിടപ്പെടും. അവസാന നാളിൽ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം മീനാക്കി മനസ്സിലാകുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും ജനനം, നിന്റെ വീണ്ടും ജനനം, നീ വീണ്ടും ജനിച്ചില്ലെന്നല്ല ഇന്നലെ ദൈവാത്മാവ് പറഞ്ഞു. നിന്റെ വീണ്ടും ജനനം അത്ര കൃത്യമായില്ലെന്നാ പറഞ്ഞത്. അപ്പൊ നിനക്ക് വീണ്ടും ജനനം ഉണ്ടായി, പക്ഷെ ആ വീണ്ടും ജനനത്തിൽ ഉണ്ടാകേണ്ട ഫലം വേണ്ടതുപോലെ വന്നില്ലെന്നാ പറഞ്ഞു. വീണ്ടും ജനിച്ചില്ലെന്നല്ല, നീ വീണ്ടും ജനിച്ചു, പക്ഷെ അതിന്റെ ഫലം വേണ്ടതുപോലെ വന്നില്ല. പക്ഷെ ഇവിടെ വീണ്ടും ജനിക്കാത്ത ആയിരങ്ങളുണ്ടെന്നാണ് ഇതിനകത്തും നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ സഭയിലെ പാർട്ടി ചിലപ്പോൾ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന പാർട്ടി ആയിരിക്കും, പക്ഷെ വീണ്ടും ജനിച്ച് കാണുകയില്ല. ചിലപ്പോൾ നിങ്ങളുടെ അവിടെ പാടുന്നവൻ വീണ്ടും ജനിച്ചിട്ടില്ലായിരിക്കും. ടീച്ച് ചെയ്യുക. മാനസാന്തരപ്പെട്ടില്ലേലും അത്ഭുതം ചെയ്യാം, മാനസാന്തരപ്പെട്ടില്ലേലും പ്രസംഗിക്കാം, മാനസാന്തരപ്പെട്ടില്ലേലും പ്രവചിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3000 പേരെ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തിയ പത്രോസ്, 3-ാം അധ്യായത്തിൽ മുടന്തനെ സൗഖ്യമാക്കിയ പത്രോസ്, 4-ാം അധ്യായവും 5-ാം അധ്യായവും വായിക്കുമ്പോൾ അനനിയാസിനെയും സഫീറയും ശവക്കുഴിയിലേക്ക് വിട്ട പത്രോസ്, അനനിയാസ് എന്ന പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയ പത്രോസ്, തബീതയെ ഉയർപ്പിച്ച പത്രോസ്. ശരിക്കും മാനസാന്തരപ്പെട്ടത് 10-ാം അധ്യായത്തിൽ ദൈവം തുപ്പട്ടി ഇറക്കി കൊണ്ടുവന്നപ്പോഴാണ് മാനസാന്തരപ്പെട്ടത്. പത്രോസിനെ മാനസാന്തരപ്പെടുത്താനാ ദൈവം തുപ്പട്ടി ഇറക്കിയത്. അപ്പൊ മാനസാന്തരപ്പെടുന്നതിന് മുമ്പും പത്രോസ് എക്സ്ട്രാ ഓർഡിനറി മിനിസ്ട്രീസ് ചെയ്തു, സൂപ്പർ നാച്ചുറൽ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രസംഗമോ
അത്ഭുത പ്രവർത്തികളോ കൃപാവരമോ അല്ല വലുത്, നിത്യതയിലെത്തുന്നതാണ് വലുത്. Amen. ഇവിടെ Hallelujah. മനുഷ്യൻ കാണുന്ന മൊത്തം പ്രസംഗവും പ്രവചനവും ഗിഫ്റ്റ് വയ്ക്കുക. പക്ഷെ നിത്യതയിൽ എത്തണമെങ്കിൽ ഇതുകൊണ്ടൊന്നും നടക്കുകയല്ല. നീ വീണ്ടും ജനിച്ചേ പറ്റൂ, Amen. നീ മാനസാന്തരപ്പെട്ടേ പറ്റൂ. Amen. അപ്പോൾ ആരൊക്കെയാണ് വീണ്ടും ജനിക്കേണ്ടത് എന്നുള്ളതിൻ്റെ 5 മറുപടികളാണ് നമ്മൾ കണ്ടത്. ബൈബിൾ മൊത്തം അറിയാവുന്ന, ബൈബിൾ മൊത്തം അംഗീകരിക്കുന്ന എല്ലാ പരീക്ഷന്മാരും, നിനക്ക് ബൈബിൾ എത്ര അറിയാമെങ്കിലും നീ വീണ്ടും ജനിക്കണം. Amen. Hallelujah. നീ ഏത് സഭയിലെ പ്രമാണിയാണെങ്കിലും വീട്ടിലെ പ്രമാണിയാണെങ്കിലും എവിടുത്തെ പ്രമാണിയാണെങ്കിലും നീ വീണ്ടും ജനിക്കണം. Amen. യേശുക്രിസ്തുവിനെ കുറിച്ച് ഡീപ്പായിട്ട് Amen. അറിയാവുന്ന ആളാണെങ്കിലും നീ വീണ്ടും ജനിക്കണം. നീ എത്ര പാരമ്പര്യമുള്ള പഴക്കമുള്ള മനുഷ്യനാണെങ്കിലും, എത്ര പാരമ്പര്യം നിനക്ക് പറയാനുണ്ട്, ഐമേനിയോ തിരുമേനിയോ ഒക്കെ നിന്റെ കുടുംബത്തിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ വീണ്ടും ജനിക്കാതെ നിനക്ക് രക്ഷയില്ല. രാജ്യത്തിൽ കടപ്പാനോ കാണാനോ പറ്റില്ല. Amen. നീ എത്ര നല്ല ടീച്ചറാണെങ്കിലും, നീ എത്ര ആളുകളെ പഠിപ്പിക്കുന്നവനാണെങ്കിലും പ്രസംഗിക്കുന്നവനാണെങ്കിലും, നീ വീണ്ടും ജനിക്കാതെ നിനക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. Hallelujah. നമുക്ക് ഇന്ന് ഇവിടം കൊണ്ട് നിർത്താം. Yeah. നാളെ നമുക്ക് രണ്ടാമത്തെ തലക്കെട്ട് നോക്കാം. എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കേണ്ടത്? Yeah. നാളെ Uncle, നാളെ നേരത്തെ ഇരിക്കാം നമുക്ക്, if you don't mind. Uncle, എനിക്കിരിക്കാം, പക്ഷെ നീ സമയം കൃത്യമായിട്ട് പറയണം. ഞാൻ അതനുസരിച്ച് എനിക്ക് ടൈം സെറ്റ് ചെയ്യാനാണ്. ഞാൻ നാളെ അങ്കിൾ നമുക്കൊരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇരിക്കാം. അവിടുത്തെ 5 മണി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 10. അങ്കിൾ അവിടെ ഇപ്പൊ എത്ര മണിയായി? ഇവിടെ ഇപ്പോൾ സമയം 1:09. 1:09. അവിടെ 9:10 ആ 9:10. അപ്പൊ 9:10 1, 10, 10, 11, 10, 12, 10, 1:10. 4 മണിക്കൂർ വ്യത്യാസം. 4. അപ്പൊ നമ്മള് നിനക്ക് നല്ല ജോലിയില്ല? ഇല്ല അങ്കിൾ, ഉണ്ട്. ഞാൻ നേരത്തെ വരും അങ്കിൾ. അപ്പൊ നീ 5 മണിയാകുമ്പോൾ വരുമോ? ഇല്ല, ഞാൻ 3:30 ആകുമ്പോ ഇവിടെ എത്തണം. ഞാൻ പറഞ്ഞ ഞാൻ ഫ്രഷനപ്പ് ആയിട്ട് 5 മണിക്ക് നമുക്ക് 3:30 ആകുമ്പോൾ നീ അവിടെ എത്തിയാലും ഒന്ന് ഫ്രഷ് ആകുമ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കില്ലേ? 4:30 ആകുമ്പോൾ ഇരുന്നാൽ മതിയോ? 4:30 ആകുമ്പോ ഇരിക്കാം നമുക്ക്. വേറെ എവിടെയും പോകാനുണ്ടോ? ഇല്ല, എങ്ങും പോകാനില്ല. ഇപ്പൊ 4:30 ആകുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ, അല്ല എനിക്കിവിടെ അപ്പൊ 8:30 അല്ലേ? 4:30 ആകുമ്പോൾ 8:30. ഓക്കെ, 8:30 ആകുമ്പോൾ ഇരിക്കാം. അതാവുമ്പോൾ ഞാനും ഫ്രീ ആകാം. ഇവരെല്ലാം ചർച്ചിൽ പോകും. ഞാൻ നാളെ ഇപ്പം ഫ്രീ, എനിക്ക് രാവിലെ ഉള്ളു മീറ്റിംഗ്. കുഴപ്പമില്ല അങ്കിൾ, ആ സമയത്ത് ഇരിക്കാം. അപ്പൊ ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. ബൈ.